ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കഴിഞ്ഞ ദിവസം പത്രത്തിലും മറ്റു മാധ്യമങ്ങളിലും അണ്ടല്ലൂർ ധർമ്മടം ഭാഗങ്ങളിൽ വീടുകളിൽ ആൾക്കാർ വന്ന് വിവരം എടുക്കാൻ വേണ്ടി ആൾക്കാർ വന്നു എന്നുള്ളൊരു വാർത്ത കണ്ടു. അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അണ്ടല്ലൂർ കാവിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ ഇരിട്ടി ഭാഗത്തുള്ള കുറച്ച് ആൺകുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് വീടുകളിൽ കയറി 5ാം ക്ലാസ് കഴിഞ്ഞ അതുപോലെ തന്നെ 12ാം ക്ലാസ് +2 വരെ പഠിക്കുന്ന കുട്ടികളുണ്ടോ ഓരോ വീടുകളിലും കയറി അവിടെ ഉണ്ടോ, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഡീറ്റെയിൽസൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-3 വീടുകളിൽ കയറുമ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ പോലീസിൽ വിളിക്കുകയും ഞങ്ങൾ അവരെ പോയി പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു. അന്വേഷണത്തിൽ മനസ്സിലായത് ഇവർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ്. അപ്പോൾ അവർ ഒരു ഓൺലൈൻ മാഗസിൻ തയ്യാറാക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ സംബന്ധമായ ഒരു മാഗസിനാണ്. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓർഡർ പിടിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ ഇവർ പുതിയ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയും അതിൻ്റെ ഓരോ ടോപ്പിക്കുകളെ പറ്റിയും അതുപോലെ തന്നെ നിലവിലുള്ള കാര്യങ്ങളെ പറ്റിയും മറ്റും ഇറക്കുന്ന ഒരു ഓൺലൈൻ മാഗസിനാണ്. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ കൂടുതൽ ഓർഡറുകൾ എടുക്കാൻ വേണ്ടി ഒരു കുറച്ച് 5-10 കുട്ടികൾ ചേർന്നിട്ട് അവിടുന്ന് ഒരു മാഗസിൻ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് 1000-ഓളം ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പരസ്യവും മറ്റൊക്കെ കിട്ടും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ വ്യാപനം നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് അങ്ങനെ വീടുകൾ കയറി സംസാരിച്ചു കഴിഞ്ഞാൽ അസുഖം വ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവരെ കണ്ട് അവരെ ബോധ്യപ്പെടുത്തി അവരെ ശക്തമായ വാർണിംഗ് നൽകി. അന്വേഷണത്തിൽ ആൾക്കാരെ പറ്റി അന്വേഷണത്തിൽ മോശമായിട്ടൊന്നും ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയില്ല. അവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ കുട്ടികളാണ്. എവിടെയും ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലും കേസുകളൊന്നുമില്ല. അവരെ വീട്ടുകാരെ വിളിച്ചു, അവരെ രക്ഷകർത്താക്കളെ വിളിച്ചു. അവരൊന്നും അറിയില്ല ഈ സംഭവം, കുട്ടികൾ ചെയ്ത കാര്യമാണ്. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തി അവിടുത്തെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനെ വിളിച്ച് അവർക്കിങ്ങനെ ഈ കുട്ടികൾ മറ്റു ക്രൈമിലൊന്നും പെട്ടിട്ടില്ല, ഇങ്ങനെയുള്ള ഈ കാര്യം അവർക്ക് അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തതാണ്. കാരണം ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പാടില്ല എന്ന് അവർക്ക് അറിയാമെങ്കിൽ കൂടി അവർ ഇങ്ങനെ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അവരെ മേലിൽ ആവർത്തിക്കില്ല എന്ന രീതിയിൽ അവരെ താക്കീത് നൽകിയിട്ട് വിട്ടയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ ഇടയിൽ ആശങ്കകളൊന്നും വേണ്ട. ഈ ഒരു ധർമ്മടം ഭാഗത്തുള്ള ഈ വിഷയം ഇതാണ്.